ന്യൂസ് 18 ലേഡീസ് ബാൻഡ് ഇന്നലെ ആരംഭിച്ച ക്യാമ്പയിനാണ് ഞങ്ങളും കാണണ്ടേ ആൺവീട്. ഇന്നലെ പരിചയപ്പെടുത്തിയ അതിഥികളെയും ആൺവീട് കാണൽ വിശേഷങ്ങളെയും കുറിച്ച് നിരവധി പേർ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. നന്ദി. ഇന്ന് മറ്റൊരു ആൺകാണൽ ചടങ്ങാണ് ലേഡീസ് ബാൻഡ് പരിചയപ്പെടുത്തുന്നത്. ഷിയോൺ സജി RJ ആൻഡപ്പന്റെ വീട്ടിൽ ആണുകാണൽ ചടങ്ങിന് പോയ വിശേഷങ്ങൾ കേൾക്കാം. ആദ്യം നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. വൈകിട്ട് എറണാകുളം പോവാണ്. നാളെ അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ CBL വീട്ടിലേക്ക് പോകുന്നു. ആണ് കാണാൻ ചടങ്ങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇന്ന് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് അവന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ഇറങ്ങാണ്. പറഞ്ഞ പോലെ ആണ് കാണാൻ ചടങ്ങാണ്. ബേസിക്കലി ഇത് എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഒരു സ്വഭാവത്തിന് വെച്ചിട്ട് എപ്പോഴും എന്റെ വീട്ടുകാരൊക്കെ പറയായിരുന്നു, ഒരിക്കലും ഇവക്കൊരു പെണ്ണ് കാണലൊന്നും നടക്കാൻ പോണില്ല, ആണ് കാണലായിരിക്കും എന്ന് വെച്ചിട്ട് ഇവളായിരിക്കും പോയി കാണുന്നതെന്ന്. അതെന്തായാലും അവസാനം നടന്നു. എല്ലാരും ഇങ്ങനെ അവനൊരുത്ത് നാണിച്ചൊക്കെ നിക്ക. എന്ത് ചെയ്യാനെന്നേ, ചെറുക്കന് ഭയങ്കര നാണായി പോയി. അതാ ജ്യൂസും കൊണ്ട് ഇപ്പൊ ഒരുത്തം വരും. നോയിക്കോ കമ്മിങ്. വന്നല്ലോ അനുമാല. നാണം നോക്കി, ഓന്റെ നാണം നോക്കി. ഇതിപ്പോ അവന്റെ അമ്മാമ്മയാണ്. അമ്മാമ്മ എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, കഥയൊക്കെ പറഞ്ഞ്. നാണിച്ച് നിൽക്കുന്ന ചെറുക്കനെ നോക്കൂ നിങ്ങൾ. അതാണ് കാണേണ്ടത്, ഹൈലൈറ്റ്. ടാറ്റ ബൈ ബൈ പറഞ്ഞു പോണു. അതാണ് ഷിയോണിന്റെ ആണുകാണൽ ചടങ്ങ്. ഷിയോൺ സജിയും RJ ആൻഡപ്പനും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഒപ്പം ഇത്തരത്തിൽ ആൺവീട് കാണലിന്റെ ആവശ്യകത വിശകലനം ചെയ്യാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കലാമോഹനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. 3 പേർക്കും സ്വാഗതം. നമ്മൾ ഈ വിഷയം ക്യാമ്പയിനായി എടുക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മാറ്റം അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മാറണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. അപ്പൊ നിങ്ങൾ അതിനൊരു വഴികാട്ടിയാവുന്നു, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ. അതുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാണാതെ പോകുന്നവർ കാണണമല്ലോ. ഞാൻ ആദ്യം ഷിയോണിലേക്ക് തന്നെ പോകാം. ഷിയോൺ, ഏറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് ആ വീഡിയോയിൽ തോന്നിയത്, എന്നോട് ചെറുപ്പം മുതലേ എന്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് വീട്ടുകാർ പറയുമായിരുന്നു, ഇവൾക്ക് ആണ് കാണലേ ഉണ്ടാവുള്ളൂ, പെണ്ണ് കാണൽ ഉണ്ടാവില്ല, അങ്ങനെയല്ല പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു, അവർക്ക് എത്ര ഫ്രീഡം കൊടുക്കുന്നു, അവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ളതിന്റെ ഒരു തെളിവാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഒരു ആണ് കാണൽ ചടങ്ങ് അതിലേക്ക് എത്തിയത്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ റിലേഷനിലായിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 7-8 മന്ത്സ് ആവുന്നു. വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കാണട്ടെ, നേരെ മാരേജിലേക്ക് ഫോർവേഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിലായിരുന്നു. എന്റെ ഫാമിലി ആക്ച്വലി അത്യാവശ്യം കൺസർവേറ്റീവ് ആണ്. എന്നാലും ലൈക്ക് ബ്രോക്കൺ ഫാമിലി ആയിരുന്നു. ഞാനപ്പോ എന്റെ ഫാദറിന്റെ കൂടെയാണ് വളർന്നിട്ടുള്ളത്. ഏകദേശം എന്റെ ഒരു ടീനേജ് ടൈം മുഴുവൻ എന്ന് പറയാം. ആ സമയത്ത് മുഴുവൻ ഫാദറിന്റെ കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ ഹി ഓൾവേസ് മെയ്ഡ് മീ ഏബിൾ ടു ഡു സംതിങ്. എപ്പോഴാണെന്നുണ്ടെങ്കിലും മാക്സിമം നീ ചെയ് എന്നുള്ളൊരു സംഭവത്തിലേക്കായിരുന്നു, അല്ലാണ്ട് ഒന്നും ചെയ്തു തരുന്നൊരു രീതിയിലേക്കല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഓൾമോസ്റ്റ് തിരിച്ച് ഫാദർ പിന്നെ മരിച്ചുപോയി. അപ്പോഴത്തേക്ക് ഞാൻ മദറിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമായിരുന്നു. അപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഓക്കെ ഷീ ഈസ് ലൈക്ക് ദിസ്, ഷീസ് ഗോണ ഗോ ലൈക്ക് ദിസ്. അല്ലാതെ ഈ പറയുന്ന എത്ര ആരൊക്കെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ വളരെ ആക്റ്റീവായി നടന്നതുകൊണ്ട് തന്നെ ആയിരുന്നു ഈ ഒരു ലൈക്ക് ഡയലോഗ്സ് സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ലാസ്റ്റിൽ പറഞ്ഞു. പിന്നെ എന്റെ വീട്ടുകാർക്ക് ആക്ച്വലി ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണിന്റെ ചെറുക്കന്റെ വീട്ടിൽ പോകുന്നത് അക്കോർഡിംഗ് ടു കസ്റ്റം കറക്റ്റ് അല്ല എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, അവിടെ എല്ലാവർക്കും ഫാമിലീസ് ദേവർ ലൈക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അവന്റെ വീട്ടിലെ ഫാമിലീസ് ഒക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി. ദാറ്റ് ബിക്കേം ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അതെ, നമ്മളെപ്പോഴും കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് 2 പേരുടെ ഒരു കൂടിച്ചേരലല്ല, ഒരു 2 കുടുംബങ്ങളാണ് എന്ന് പറയുമ്പോൾ ആൻഡപ്പനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ആശയം ഷിയോൺ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്റെ വീട്ടുകാരെങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു? അതും ഇപ്പം നമ്മള് നസ്രിയയുടെ ഒക്കെ ആ ഒരു സിനിമയിൽ കണ്ട പോലെ ഈ ജ്യൂസൊക്കെ കൊണ്ടുകൊടുത്തത് ആൻഡപ്പനാണ്. അപ്പൊ അത് എക്സാക്ട്ലി അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതിന് എത്രത്തോളം ഇത്രയും ആളുകൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, അവരെല്ലാരും സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര പോസിറ്റീവാണ്. എങ്ങനെ അതിനെ കുറിച്ച് പറയാമോ? അത് ഞങ്ങൾ റിലേഷനിലായി കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ ഈ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ പപ്പയാണ്. അപ്പോ ഈ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങള് ശരി എന്നാ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്
വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആക്ച്വലി എന്നാ ഷിയോണും കൂടെ വരട്ടെ എന്നുള്ളത് ഞാൻ പപ്പയോട് ചോദിക്കാനുള്ള ഒരു താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം പപ്പ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലൊരു പെങ്കൊച്ചില്ല. അപ്പോ ആ ഒരു പെങ്കൊച്ച് വരുന്നതിന്റെ ഒരു സന്തോഷവും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞാൻ പറയാൻ എന്തോ കാത്തിരിക്കുന്നത് പോലെയായിരുന്നു ആക്ച്വലി അവിടെ. പിന്നെ അങ്ങോട്ട് അവളില്ലെങ്കിൽ ഈ പരിപാടി വേണ്ടാന്നുള്ളൊരു ലൈനിലേക്കൊക്കെ എത്തിയായിരുന്നു. ഈ കഷ്ടം ഒന്നും അന്നേരം ആരും പറഞ്ഞില്ല. ഈ ബന്ധുക്കളാണല്ലോ ചിലപ്പോഴൊക്കെ വില്ലന്മാരാകുന്നത്. എല്ലാരും സപ്പോർട്ട് ഒന്നല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഒരു നമ്മൾ പറയൂല്ലോ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെല്ലാവരും ഓക്കെ ആയിരുന്നു. പിന്നെ എന്റെ പപ്പയും എന്റെ ആന്റി കുറച്ചും കൂടെ കൂടുതൽ ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അമ്മാമയും പറഞ്ഞു ഓക്കെ ഇനിയിപ്പൊ അവളുണ്ടെങ്കിൽ മതി ഈ പരിപാടി എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആക്ച്വലി ഇവിടെ കാണാൻ വേണ്ടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു. സോ അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ആക്ച്വലി അത്. ഞാനും ആദ്യമായിട്ടാണല്ലോ ഈ പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് കയറുക. അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സോറി, ആണ് കാണൽ ചടങ്ങിലേക്ക് മാറിപ്പോയതാ. ഏറ്റവും സപ്പോർട്ടീവ് അവന്റെ അമ്മൂമ്മയായിരുന്നു, ഫാദറിന്റെ മദർ ആയിരുന്നു. അതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം. ബിക്കോസ് വൺ പേഴ്സൺ ഹു ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് 80s കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരാളാണ്. മാറി ചിന്തിച്ചത്. അതുപോലെ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പൊ ഇന്ന ആൾക്ക് കൊടുക്കണം ഫസ്റ്റ്, അങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. പക്ഷെ ഞാൻ പിന്നെയും തെറ്റിച്ചായിരുന്നു. എങ്കിലും കാരണം ഒരു ടെൻഷൻ ഉണ്ടല്ലോ എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ അറിഞ്ഞൂടാ, എവിടെയും കണ്ടിട്ടുമില്ല. അതൊക്കെ ഒരു രസമായിരുന്നു ആക്ച്വലി. അത് വൈറലായി. അപ്പൊ എന്തായാലും നമുക്കത് വൈറലായി എന്നതിനപ്പുറത്തേക്ക് അതൊരു തലമുറയാണ് പലർക്കും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കുറെ നല്ല ഒരു തലമുറയ്ക്ക് ഒരു നല്ല മെസ്സേജാണ് എന്ന് ഞങ്ങൾ പറയുന്നു. കലാമോഹനിലേക്കും കൂടി പോകുമ്പോൾ ശ്രീമതി കലാമോഹൻ, ഈ എന്താണ് ഷിയോണും ആന്റപ്പനും കലാമോഹനും കൂടി അതിഥിയായി വരുമ്പോൾ ഷിയോണും കലാമോഹനും തമ്മിലും കൂടി ഒരു ബന്ധമുണ്ട് അല്ലെ, ഗുരു ശിഷ്യ ബന്ധമുണ്ട്. അതും കൂടി പറഞ്ഞു തുടങ്ങാം നമുക്ക്. അപ്പൊ ഈ ഷിയോൺ നേരത്തെ പറഞ്ഞു എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അത് വീട്ടുകാർക്ക് അറിയാം അങ്ങനെ പറഞ്ഞു. അപ്പൊ അധ്യാപികയ്ക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കുമല്ലോ അല്ലെ? ഞാൻ പ്രത്യേകിച്ചും കൗൺസിലിംഗ് അധ്യാപികയും. അപ്പോൾ 3 വർഷമാണല്ലോ ഷിയോൺ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് അവളെ മറ്റു കുട്ടികളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും തോന്നാറ് എല്ലാ കാര്യത്തിലും. കാരണം അവളുടെ അമ്മ അവളെ മോൾഡ് ചെയ്യുന്ന രീതി ഞാൻ കണ്ടു തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. കാരണം സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഷിയോൺ അവൾക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് റിവേഴ്സ് പേരന്റിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പല കാര്യങ്ങളും കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, നമുക്കറിയാത്ത പല കാര്യങ്ങൾ. നമ്മുടെ ഈഗോ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പം ഷിയോൺ അവളുടെ അമ്മ കൊടുക്കുന്ന കുറേ അവസരങ്ങളുണ്ട് ഈ സമൂഹമായിട്ട് ഇടപെടാനും പൊളിറ്റിക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വേണം ഒരു കുട്ടി. അതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ. അപ്പം ആ അവസരങ്ങൾ കൊടുത്ത അമ്മയ്ക്കാണ് ആദ്യത്തെ അവളെ മോൾഡ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഷിയോണിന്റെ ഒരു രീതി എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കിനതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ അവളുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഇതുണ്ട്, ഈ ഇതിലോട്ട് വരുമ്പോൾ 100 ക്രിറ്റിസിസംസ് കാണും. ഷിയോൺ വളരെ സെൻസിറ്റീവാണ്. എന്തെങ്കിലും വന്നാൽ ഭയങ്കരമായിട്ടും ആദ്യം കരയും, പക്ഷേ അവൾ അടുത്ത സെക്കൻഡ് എഴുന്നേക്കും. അതാണല്ലോ നമുക്ക് പറ്റാത്തത്. നമുക്ക് പലപ്പോഴും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അവർക്ക് പറ്റാത്തതും അതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ തകരും, പക്ഷെ എഴുന്നേക്കാൻ എത്ര പേർക്ക് പറ്റും എന്നുള്ളതാണ്. ഷിയോണെ സംബന്ധിച്ചോളം 3 വർഷം ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഇതാണ്, അവൾ ഭയങ്കരമായിട്ട് തകരും. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഫീൽ ചെയ്യും ഒക്കെ, പക്ഷെ അടുത്ത സെക്കൻഡ് ഭയങ്കരമായിട്ട് ഉയർത്തെഴുന്നേക്കും. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താലും അവൾക്കതൊന്നൊരു വിഷയമല്ല, അവൾ മുന്നോട്ട് പോകും. അപ്പം അവളുടെ ഒരു നേച്ചർ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിശയമില്ല. ഇത് മുന്നോട്ട് വരട്ടെ, ഇങ്ങനെയുള്ള പ്രവണതകൾ മുന്നോട്ട് വരട്ടെ എന്ന് തന്നെയാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഷിയോൺ പറഞ്ഞു ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചത് ആന്റപ്പന്റെ അച്ഛമ്മയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ തലമുറ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ അവർ പണ്ട് കാലത്തുള്ള ആളാണ് അല്ലെങ്കിൽ അവരിപ്പോ ഉള്ള ആളല്ല എന്ന് പറയുന്നത്, അത് ശരിക്കും ഒരു വെറും വാക്കായി പോവല്ലേ? ആ തലമുറകളല്ല, അവരുടെ തിരിച്ചറിവുകളാണ് പ്രാധാന്യം. തിരിച്ചറിവുകൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിപ്പം നമ്മളിപ്പം ഏത് കാലഘട്ടത്തിൽ എടുത്താലും ഉണ്ട്. ഇപ്പം കൂടുതലും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ്, പെണ്ണ് കഷ്ടപ്പെടുന്നു സങ്കടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് സ്വന്തം വീട്ടുകാരാണെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടുകയാണ്, അവൾ പ്രതികരിക്കുന്നു എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ മോൾ ഒറ്റയ്ക്ക് നിൽക്കും, എൻ്റെ മോള് പ്രതികരിക്കുന്നവളാണ് എന്ന് പറയാൻ സ്വന്തം കുടുംബത്തിന് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവൾക്ക് കഷ്ടമാണ്, അവൾ പാവമാണ്, അവൾ ഒതുങ്ങി അടങ്ങിക്കൂടിയിരിക്കുന്നതാണ് എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം തലമുറകളിൽ അല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു വ്യത്യാസമാണ്. എങ്ങനെയാണ് ചിന്തിക്കുന്നത്, തിരിച്ചറിവുകൾ വേണം.
അപ്പം ആ ഒരു അമ്മമ്മയ്ക്കെന്ന് വെച്ചാൽ അവർ ജീവിതം ജീവിച്ച് അവർക്ക് ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. അതെ, പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നതാണ് നീരും നിറവും തിരിച്ചറിവും. തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു ഘടകം ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും. ഷിയോണോട് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു ഐഡിയ ഉണ്ടായത് അതൊരു കൗതുകത്തിന് ചെയ്തതാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ്, അത് മനസ്സിലാക്കി തന്നെയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, അതൊരു കൗതുകം എനിക്ക് അങ്ങനെ കാണണം അങ്ങനെ വിചാരിച്ച് ചെയ്തത്? കൗതുകം എന്നുള്ളതല്ല, ഞാൻ എപ്പോഴും ഫെമിനിസ്റ്റ് ആണ് എന്നൊരിക്കലും പറയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇക്വാലിറ്റി എന്നൊന്നും പറയുന്നില്ല, എവ്രി വൺ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഹ്യൂമൻസ്. ഈ ഒരു സംഭവത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഗേൾ എന്നോ ബോയ് എന്നൊരു വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. ബോത്ത് ആർ ഇന്റർഡിപെൻഡന്റ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്, ഡിഫറെന്റ് സോർട്സ്. അത് അങ്ങനെ ആയാലേ പറ്റത്തുള്ളൂ എന്നുള്ളതും എനിക്കറിയാം. ആൻഡ് ഓക്കെ, അതുകൊണ്ട് തന്നെ വൈ ഷുഡ് ഐ നോട്ട് സി? ഞാൻ എന്തിനും മാറി നിൽക്കണം? ഓക്കെ, ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും വെളിയിൽ മാറി നിൽക്കണം, പുറത്ത് നിൽക്കണം, അല്ലാതെ ഞാൻ ഇവിടെ തിരിച്ച് സ്റ്റേ ബാക്ക് ചെയ്യണം? അതിന്റെ ആവശ്യമില്ല. എന്റെ ഫാമിലി മുഴുവൻ പോവാണ്, അപ്പൊ പിന്നെ ഞാൻ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അകത്തൊരു ഇഷ്യൂ വരുന്നത്? രണ്ടുപേരും കൂടെ പോകണം. അതിന്റെ അകത്ത് ഇപ്പോൾ ലൈക്ക് ഒരു കൗതുകമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നോ ആഗ്രഹിച്ച് ചെയ്തതല്ല. ഞങ്ങളൊക്കെ ഇതിങ്ങനെ ഓക്കെ എന്തായാലും ഞാനും വരുന്നു പോകുന്നു, അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം, ഓക്കെ ഇറ്റ്സ് എ ഗുഡ് തിങ് എന്നുള്ളൊരു സംഭവമായിരുന്നു. ഓക്കെ, ആൻഡപ്പൻ ഈ ഷിയോൺ ഇങ്ങനെയാണ് എന്ന് ഇപ്പോ നമുക്ക് എന്താ വീഡിയോ ഒന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഷിയോണിന്റെ വീഡിയോകൾ കാണുമ്പോൾ ഏകദേശം ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലാവും. എങ്ങനെ ഇത്ര അടുത്തറിയുമ്പോൾ എങ്ങനെയാണ് ഷിയോൺ? ഇപ്പൊ നേരത്തെ മാം പറഞ്ഞു ഒരു പെട്ടെന്നൊരു ആഘാതമൊന്നും താങ്ങാൻ പറ്റത്തില്ല, പക്ഷെ അത് പെട്ടെന്ന് അതിൽ നിന്ന് മോചിതയാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. എങ്ങനെയായി അടുത്തറിയുമ്പോൾ ഷിയോണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ശരിയാണ്. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിൽ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും. അതിപ്പോ ആരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, എന്തൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുകയാണെന്ന് പറഞ്ഞാലും ഓക്കെ, അവൾക്ക് അവളുടെ അഭിപ്രായം വിട്ടിട്ട് അത് അവൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന വരേക്കും അവളത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും വേണ്ടതാണല്ലോ, നമ്മുടെ ശരികളാണല്ലോ ഏറ്റവും വലിയ ശരികൾ. അപ്പൊ ആ ഒരു ബേസിൽ തന്നെയാണ് എപ്പോഴും നിൽക്കാറ്. ഞാൻ കണ്ടത് ഈ ഒരു മൊമെന്റ് വരേക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പൊ വഴക്കിടാറുണ്ടോ അങ്ങനെ അതിന്റെ പേര്? പിന്നെ ഞങ്ങൾ സ്ഥിരം വാക്കുകൾ കൊണ്ട് ചില സമയത്ത്, പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പം റിലേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഐഡിയാസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാവണമെന്നില്ലല്ലോ. ഇപ്പൊ അവൾക്ക് അവളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എപ്പോഴും പോകാറുണ്ട്. ആൻഡപ്പൻ എങ്ങനെയാണ്? സൗഹൃദങ്ങളൊക്കെ ഒരുപാടുള്ള ആളാണോ? അപ്പൊ അവരൊക്കെ എന്താണ് പറഞ്ഞത്? ഫ്രണ്ട്സ് ഒക്കെ എന്താണ് പറഞ്ഞത്? രണ്ട് അഭിപ്രായമായിരുന്നു ആക്ച്വലി. ഇത് ഷോ ഓഫ് അല്ല, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ആക്ച്വലി വീഡിയോ ആദ്യം പോയ സമയത്ത് ഇത് വീഡിയോ ഇടണമെന്ന് ഞങ്ങൾ മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ഒരു മാറ്റം എപ്പോഴും ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ ആ ബേസിൽ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് വന്നത്. കാരണം ആരും കമന്റിലൊന്നും ഇട്ടില്ല. എല്ലാവരും പേഴ്സണലി എനിക്ക് DM ചെയ്തിട്ട് പറഞ്ഞു, ഇതേടാ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, ഇതൊക്കെ എന്തിനാ കാണിക്കണം, ഇതൊന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ആകെ കുറച്ച് ആൾക്കാർ മാത്രം എടാ കൊള്ളാം, ഒരു നല്ല മാറ്റമാണ്, ഞാനും നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ഒപ്പീനിയൻ. പിന്നെ നമ്മുടെ നാട്ടിലാണല്ലോ, എല്ലാത്തിനും രണ്ട് അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഷിയോൺ ഇങ്ങനെ വല്ലാതെ തളർത്തിയ വല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു വിഷയത്തില്? ഈ വിഷയത്തിൽ വല്ലാതെ തളർത്തിയ അഭിപ്രായം എന്നോട് ബേസിക്കലി ഓപ്പൺ ആയിട്ട് വന്ന് നേരിട്ട് ചോദിക്കത്തില്ല, പറയത്തില്ല. അതിന് ധൈര്യപ്പെടത്തില്ല. അതിന് കുറച്ച് നമ്മുടെ ക്യാപ്ഷനിൽ നമ്മളൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫെമിനിസം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ അതും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു അർത്ഥമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഫെമിനിസ്റ്റ് എന്ന് ഞങ്ങളെ വിളിക്കാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഓക്കെ ഞങ്ങളുടെ ആക്ഷൻസ് വെച്ച് നിങ്ങൾ ഓക്കെ ശരി ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ക്യാപ്ഷന്റെ പേരിലൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് വന്നായിരുന്നു. പല കമന്റ്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അകത്ത് പല കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് ആ രീതിയിൽ ഡീൽ ചെയ്ത് വിട്ടു എന്നുള്ളതേ. ഇത്തരത്തിലതെ ഞാൻ താങ്കളിലേക്ക് വരാം. ഇത്തരത്തില് നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇപ്പോ ഉള്ള തലമുറയെ തളർത്താൻ കഴിയുന്ന അതിനുവേണ്ടിയൊന്നും ഇല്ല, അത് പറ്റില്ല അവർക്ക്. അത്രത്തോളം ഇവര് ചിന്താഗതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്ന കാര്യം അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യുന്നു. ഈ ഞാൻ പറഞ്ഞ തലമുറ എന്ന വാക്കിനേക്കാൾ നല്ലത് ഇപ്പോൾ ഈ ചിന്തയിൽ ഉയർന്നവർ, അങ്ങനെ വേണം അതിനെ പറയാൻ തോന്നുന്നു. ഈ മാറ്റം വരേണ്ടത് എവിടെയാണ് എന്ന ചോദ്യമാണ് എല്ലാ വിഷയം വരുമ്പോഴും നമ്മൾ ഉന്നയിക്കുന്നത്. ഈ പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പെൺകുട്ടിക്ക് വരാം, പക്ഷെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ പാടില്ല. ഇതാണ് കസ്റ്റം. ഇത് എവിടെ നിന്ന് മാറണം? ഈ നമ്മളെപ്പോഴും പറയുന്നത് പോലെ രക്ഷകർത്താക്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഷിയോണിന്റെയും ആൻഡപ്പന്റെയും പോലെയുള്ള രക്ഷകർത്താക്കൾ അല്ല ഓരോ വീട്ടിലും ഉള്ളത്. അത് ആദ്യം തന്നെ തടയിടുകയാണ്, അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അത് നമ്മുടെ വീട്ടിലുള്ളവരെക്കാൾ അവിടെ വോയിസ് ഉള്ളത് ചിലപ്പോൾ പുറത്തുള്ള അല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾക്കോ അമ്മാവന്മാർക്കോ ഒക്കെ ആയിരിക്കും. എവിടെ മാറണം?
അല്ല, നമ്മൾ ഈ സമൂഹത്തിനെ ഇംപ്രസ് ചെയ്യാനായിട്ടുള്ള ജീവിതമാണല്ലോ കൂടുതലും. അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റണം. ഇപ്പൊ ഷിയോന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അവളെ എനിക്കറിയുന്ന ഇതെന്ന് വെച്ചാൽ അവള് പ്രതികരണമാണ്, പ്രകടനമല്ല. നമ്മളുടെ ഒരു പ്രതികരിക്കാൻ എത്ര പേർക്ക് കഴിയാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, അങ്ങനെ വേണം ഇങ്ങനെ വേണം. പ്രകടനം മാറ്റി വെച്ച് പ്രതികരണത്തിലോട്ട് വരുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് അതിന് ഏറ്റവും നല്ല മുന്നോട്ട് വരാനായിട്ട് ഏറ്റവും നല്ല ആളുകൾ. കാരണം കഴിഞ്ഞ തലമുറയ്ക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇവർക്ക് പിന്തുണ കൊടുക്കാനേ പറ്റൂ. പിന്നെ ഇത്രേ ഉള്ളൂ, നമ്മള് എല്ലാവരും ചെയ്യുന്ന പാതയിലൂടെ പോകുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് 100,000 വിമർശനങ്ങൾ വരും, ഒരുപാട് വിരലുകൾ നമുക്ക് നേരെ ചൂണും. അപ്പം എല്ലാവർക്കും അത് നേരിടാൻ പറ്റണമെന്നില്ല, വിമർശനങ്ങളെ നേരിടാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പോൾ ഫാമിലിക്കകത്ത് ഉണ്ടാവാം, പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവും, കളിയാക്കൽ ഉണ്ടാവാം, പലതരത്തിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാനും കൂടെ ഉള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. ഇപ്പം വീട്ടിൽ സപ്പോർട്ട് ഇല്ലാത്ത ഒരാൾക്ക് ഇത് ആഗ്രഹിക്കുകയും അത് ചെയ്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്തായിരിക്കും, കുടുംബത്തിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ. അപ്പം അത് നേരിടാൻ പറ്റണം എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഈ ഒരുപാട് വിവാഹ വേർപെടുത്തൽ, നമ്മുടെ ഡിവോഴ്സ് നടക്കുന്ന സമയമാണിപ്പോൾ. ഒരുപാട് അത് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഈ അതിന്റെ അടിസ്ഥാനം ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോഴും, ഈ പെൺകുട്ടി ഒന്ന് വീട് പോലും കാണാൻ, അതായത് ആണിന്റെ വീട് പോലും കാണാൻ അവരെ അനുവദിക്കാത്ത ആ തുടക്കം, അത് തന്നെ അതിന്റെ ഒരു സൂചനയല്ലേ? നീ എന്താണോ അവിടെ ഉള്ളത് അതനുസരിച്ച് ജീവിച്ചു കൊള്ളണം, അല്ലെങ്കിൽ അതിൽ തൃപ്തയാകണം എന്നുള്ളതല്ലേ? വിവാഹമോചനം എന്ന് പറയുന്നത്, കൂടുന്നു എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് എടുക്കാം. കാരണം പ്രതികരിക്കുന്നു, ഇഷ്ടമില്ലാത്ത മുന്നോട്ട് എന്തിനാ പോകുന്നത്, സ്നേഹമില്ലാത്ത രണ്ടുപേർ എന്തിനാണ് മുന്നോട്ട് പോകുന്നത്, അതിന് ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ പ്രാപ്തരായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വിവാഹമോചനം കൂടുന്നു എന്നുള്ളത് ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാം. വളരെ അത് ശരിയാണ്, പോസിറ്റീവായിട്ട് എടുക്കാം. ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിനൊക്കെ വരുന്നവർ ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് ഇതിൽ നിന്ന് മാറാൻ പറ്റാത്ത അങ്ങനെയുള്ള ആളുകൾ വരാറില്ലേ? ഉണ്ട്. അപ്പം അത് സ്വന്തം വീട്ടുകാരാണ് അതിൽ കൂടുതൽ പെൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അവർ കാരണം എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്തൊരിടത്തു നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലും അവിടെ നിൽക്കാനായിട്ട്, ആ വീട്ടിൽ ആ കുടുംബത്തിൽ നിൽക്കാനായിട്ടുള്ളൊരു സപ്പോർട്ട്. കാരണം വരൂ എന്ന് പറയുന്നതുകൊണ്ടായില്ല, വന്നു കഴിഞ്ഞാൽ അവൾക്ക് മനസമാധാനം കൊടുക്കണം. കുത്തുവാക്കുകളൊന്നുമില്ലാതെ സ്വന്തം കുടുംബത്തിലും നിൽക്കാൻ പറ്റണം. അപ്പം അവിടെ നിന്ന് അതും കൂടെ ചിന്തിച്ചിട്ടാണ് പലരും വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ഒരു ഇപ്പം അതാ ഞാൻ പറഞ്ഞ, ഞാനത് പോസിറ്റീവായിട്ടും കാണുന്ന കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ പറ്റുന്നു, അത് കൂടുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആളുകൾ അത്രയ്ക്കും മുന്നോട്ട് ചിന്തിക്കുന്നു. ഒത്തുപോകാൻ പറ്റാത്ത, സ്നേഹമില്ലാത്ത രണ്ടുപേരെന്തിനാണ് ഒരുമിച്ച് ജീവിക്കുന്നത്? അപ്പൊ ആ പ്രശ്നങ്ങളെ അവർക്ക് അത് വേണ്ട, നല്ല ഇതിൽ പിരിയാം എന്ന് ചിന്തിക്കുന്നത് ഹെൽത്തി ആയിട്ട് എടുക്കാമല്ലോ. തീർച്ചയായിട്ടും. ഷിയോൺ ഇത് എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ? നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓഡിയോ പിന്നീടാണ് ചേർത്തത് അല്ലെ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ആന്റപ്പനെ ഒരുപാട് വാരുന്നുണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് തോന്നുന്നത് ലൈവ് ആയിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. അപ്പൊ അത് കുറെ എഡിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര കുറച്ചുകൂടെ ഊർജ്ജത്തിൽ പറഞ്ഞ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഇതുപോലൊക്കെ പോകാനിരിക്കുന്നവർക്ക് ഒരു ഊർജ്ജം ആയിക്കോട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവിടെ ചെല്ലുന്നു, ഓക്കെ, ഫാമിലീസ് ഇരുന്ന് സംസാരിക്കുന്നു, അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ചു നേരമായിരുന്നു. അത് കഴിഞ്ഞ് ഫുള്ള് വീടിനെ ചുറ്റി കറങ്ങി നടന്ന് കാണുകയാണ്. അപ്പൊ ഇതിന് മുന്നേ ജസ്റ്റ് പറഞ്ഞു കേട്ടുള്ള അറിവും വീഡിയോ കോളിൽ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഈ വീട് സംഭവമൊക്കെ. അപ്പത്തേക്ക് പാലക്കാടാണ് അവന്റെ വീട്. അപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്ത് ലൈക്ക് ജോബായിട്ട് സ്റ്റേ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പോകുമ്പോൾ ഉള്ള കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചെന്ന് ഇതൊക്കെ നേരിട്ട് കണ്ടു, ബാക്കിലെ പറമ്പും ഇങ്ങനെ സംഭവമൊക്കെ കണ്ടു. എല്ലാരും ഫാമിലിയെ ഫുൾ മീറ്റ് ചെയ്തു. അവരെല്ലാരും ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര വാം വെൽക്കമിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ഐ വാസ് ലൈക്ക് റിയലി ഹാപ്പി. എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് സന്തോഷം മാത്രമായിരുന്നു. അതിന്റെ അകത്ത് ഒരു നെഗറ്റീവ് സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഈ പോകരുത് ചെറുക്കന്റെ വീട്ടിൽ ഈ കല്യാണത്തിന് മുമ്പെന്ന് പറഞ്ഞിടത്ത് ഷിയോൺ പോയിട്ട് മാങ്ങ വരെ കൊണ്ടുവന്നു അവിടെ അല്ലേ? അല്ലേ, പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്നു. എനിക്ക് മാങ്ങ തന്നല്ലേ പറ്റുള്ളൂ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. എല്ലാം സെറ്റ് ആക്കിയിരുന്നു. ആന്റപ്പൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആന്റപ്പൻ? ഞാൻ പറഞ്ഞ നേരത്തെ സുഹൃത്തുക്കളുടെ കാര്യം ഞാൻ ചോദിച്ചത്, ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വലിയ അല്ലേ കലാമാം, അതൊരു വലിയ പാർട്ടാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ. ഒരു തളർത്താൻ ഒരു വാക്കും അത് ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് അവരുടെയൊക്കെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കണ്ടു അങ്ങനെയല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം ഈ ആണ് കാണൽ ചടങ്ങിന്? എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്റെ കസിൻസ് ഉണ്ടായിരുന്നു. ആരെങ്കിലും ഇങ്ങനെ എനിക്കും വേണമെന്ന് അങ്ങനെ പ്രകടിപ്പിച്ചില്ല. പക്ഷെ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തില്
ആ വീഡിയോയിലുള്ളത് ഇപ്പൊ എന്നെ കളിയാക്കുന്നതും ആ ഒരു രീതിയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ലൈവിൽ ഉണ്ടായിരുന്ന സമയത്ത് ആക്ച്വലി ഞാൻ അവിടെ നിന്ന് വേർക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരും ഓരോ രീതിയിലുള്ള കമന്റുകൾ ഉണ്ടാവുമല്ലോ. ഫണ്ണായിട്ടുള്ള രീതിയിൽ ഓരോരോ സാധനങ്ങൾ വരുമ്പോ അത് ആ മാമന് കൊടുക്ക്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇവക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ടൈലാണെന്നുണ്ടെങ്കിൽ പോലും അതിന് ഓട്ട വീണ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നഖം കൊണ്ട് റാ വരച്ചിട്ടല്ലേ? അതെ അങ്ങനെയൊക്കെ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിലൊക്കെ വീഡിയോയിൽ കാണാം ഞാനായിരുന്നു ആക്ച്വലി ബ്ലഷ് ചെയ്ത് ഞാനിപ്പോ താഴെ വീഴുന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ആക്ച്വലി. നാണിച്ചോ ഒരുപാട്? ഒയ്യോ മീൻ ലൈക്ക് അത് ഓട്ടോമാറ്റിക്കലി വന്നതാ. പിന്നെ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഇത്രയും നാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ആണല്ലേ? ഈ നിങ്ങളുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞോ? മീൻസ് ഡേറ്റ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട്? ഫിക്സ് ആയി. ഈ വരുന്ന ഓഗസ്റ്റിലാണ് നടക്കുന്നത്. ഓഗസ്റ്റിലാണ്. ഓക്കെ. അപ്പം പിന്നെ നിങ്ങളുടെ ഈ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നോ സത്യത്തില്? ആദ്യം പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ആദ്യം കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ചടങ്ങുകളെ പറ്റിയിട്ടുള്ള വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നീടാണ് എന്റെ ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പെണ്ണ് കാണൽ ചടങ്ങ് എന്നുള്ളത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഓക്കെ ശരി, എന്നാ പിന്നെ തിരിച്ചും അതുപോലെ ഒരെണ്ണം ഉണ്ടാവാന്നുള്ളത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു കോൺവെർസേഷൻ വന്നു. പിന്നെ അത് അങ്ങനെയൊക്കെ അങ്ങനെ എക്സിക്യൂട്ട് ആക്കി മാറ്റി കൊണ്ടുവന്നു. സത്യത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. ഈ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഒരു ചടങ്ങുണ്ട്. പക്ഷെ ഈ പെണ്ണ് കാണാൻ വരുമ്പോ ആണ് വരും, പക്ഷെ ആണിനെ കാണാൻ പോകുമ്പോ ഈ പെണ്ണ് പോവില്ല. അതാണ് അവിടെയാണ് ഒരു റോങ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ തലമുറ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവർക്ക് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ നമുക്കൊന്നും അത് അറിയില്ല. ഓക്കെ അങ്ങനെയാണോ, ഓക്കെ എങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു തലമുറ അത് കഴിഞ്ഞു പോകുന്നു. അതിൽ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്റെ മുത്തശ്ശിയും അതുപോലെ തന്നെ എന്റെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ കാണുന്നതിൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു ചോദ്യം അതിന്റെ ഇടയിൽ ഇട്ടായിരുന്നു. പിന്നെ നമുക്കത് കുറച്ചും കൂടെ ശരിയാണല്ലോ വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ളത് തോന്നി. ഇനി വരുന്നവർക്കെങ്കിലും ഒരു എക്സാമ്പിൾ ആണല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ മേ ബി ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവും അല്ലെങ്കിൽ ഒരു കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടയിൽ വരും. ഒരു മാറ്റം വരട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫാമിലീസിനെ രണ്ടുപേരും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും പെട്ടെന്ന് സഡൻ ആയിട്ട് കണ്ട് ഞെട്ടുന്നതിനേക്കാളും നല്ലത് ആദ്യമേ എല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞ് കല്യാണത്തിലേക്ക് പോകുമ്പോൾ അതൊരു രസമായിരിക്കും. രണ്ട് ഫാമിലി അറിയണമല്ലോ. ഷിയോൺ നേരത്തെ വീഡിയോ കോളിൽ മാത്രം കണ്ടിട്ടുള്ള വീട് കണ്ടപ്പോ നമ്മുടെ അടുത്തിടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഈ വീട് അറേഞ്ച്ഡ് മാരേജിലൂടെ കല്യാണം കഴിച്ച് ചെന്ന് വീട് കണ്ട ഉടനെ തിരിച്ച് വധു ഓടിപ്പോയി എന്നുള്ളൊരു വാർത്ത. അപ്പോ അവിടെ ഈ ബാത്റൂം ഫെസിലിറ്റി പോലും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ എന്തൊക്കെയാണ് വീട് കാണാൻ പോയപ്പോ മനസ്സിലുണ്ടായിരുന്നത്? ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം, അത് നിങ്ങൾ ഓപ്പണായി സംസാരിക്കുന്നവരാണെങ്കിൽ പോലും. അല്ല, അങ്ങനെ നോക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ വെച്ചാല് ആൾക്ക് ചൂട് പറ്റില്ല. പാലക്കാട് എന്ന് പറയുന്നതും എന്റെ സ്ഥലം മുണ്ടൂർ എന്ന് പറയുന്നതാണ്. ചൂടിന് ഏറ്റവും പേര് കേട്ടുള്ള സ്ഥലം. അത് മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു പേടിയായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. AC ഓർഡർ ചെയ്യാൻ പറഞ്ഞു, അത് ഓൾറെഡി ഉണ്ടോ? ചെയ്യിപ്പിച്ചു. ഞാൻ അതാ ചോദിച്ചത്. അങ്ങനെയല്ല, അല്ല വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ചിരിക്കുന്നുവെങ്കിലും വളരെ പ്രധാനപ്പെട്ട അതൊരു ആവശ്യമാണ് അല്ലെ? ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു ആണ് കാണൽ വേണമെന്ന് നമ്മൾ പറയുന്നത് അല്ലേ കലാമാം? അത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. അതെ, കാരണം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് പൂർണ്ണമായിട്ട് മാറാൻ പറ്റത്തില്ല. അപ്പം അവളുടെ താല്പര്യങ്ങളും അവളുടെ ഇഷ്ടങ്ങളും കൂടി പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെറുക്കന്റെ വീട്ടിൽ ഒരുക്കുന്നത് നല്ലത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയമൊന്നും പോരായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നിങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളിലും മാതൃകയാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഇങ്ങ് പോരട്ടെ. അപ്പോൾ കലാമാം വളരെയധികം നന്ദി. ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് രണ്ടുപേർക്കും നന്ദി പറയുകയാണ്. ഇടവേള.